യമു കനേഡിയനാട് കരിങ്കോഴി കൊത്തു ഇവിടെ 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 ഹലോ ഇവിടെ കൂടെ ഒരു അഡ്വഞ്ചർ യാത്രയാണ്. പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മാട്ടുമല ബ്രഹ്മരം മൂവിയൊക്കെ ഫിലിം ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ്. നല്ല പറമ്പ്. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി ആണല്ലേ. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഇപ്പം നമ്മളുള്ളത് പോത്തുണ്ടി ഡാമിലാണ്. എന്തോ ഒരു കാര്യം മറന്നല്ലോ. എല്ലാവർക്കും ട്രാവൽ മെൻസ്ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പിലാണ് ഉള്ളത്. അപ്പോൾ പോത്തുണ്ടിയിലെത്തിയിരിക്കുകയാണ്. പോത്തുണ്ടിയിൽ നിന്ന് നമ്മൾ ഇനി ഇവിടെ നിന്നൊരു 25 കിലോമീറ്റർ കൂടിയുണ്ട്. ഇനി ഞങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഹിൽസാണ്. ഇപ്പോൾ ഉള്ളത് പോത്തുണ്ടി ഡാമിലാണ് കേട്ടോ. ഔട്ടല്ലേ Inland Cafeteria Resort. കാപ്പി കാപ്പി ആണ് കാപ്പി.
ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? യമു ഉണ്ടോ? യമു ഉള്ളത് എന്തിൻ്റെ ഫാമാണ്? ആ ഓ ആടുണ്ട് അല്ലേ? ആ ആ ആ ഓ ആ പോത്താ 3:30? അപ്പോൾ ഞാൻ വിട്ടിട്ടുണ്ടാവോ? പ്രാവുകളാ കൂടുതലുള്ള. പ്രാവുകളെ യമു, കനേഡിയൻ ആട്, കരിങ്കോഴി, കൊത്തുകോഴി, മറ്റേ ടർക്കി കോഴി, പിന്നെ ഫാൻസി കോഴികള്, മുയലുകള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലുള്ളത്. പിന്നെ ആട്, പോത്തെ, പശു, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പോത്തിന്റെ 3:30 ശേഷം 3:30 3 മണി കഴിയുമ്പോഴേക്കും വരും. പിന്നെ മറ്റേ ചെമ്മരിയാടുണ്ട്. അതൊക്കെ ഉള്ള കൂടുതലായിട്ടും. ശരി, താങ്ക്സ്. ഈ ഫാം ഹൗസിൻ്റെ പേരാണ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് കേട്ടോ. നെല്ലിയാമ്പതി നമ്മൾ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഫാം ഹൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുയൽ, ആട്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഇതാണ് കരിങ്കോഴി കേട്ടോ. കരിങ്കോഴി, ഈ കോഴിക്ക് നല്ല വിലയുണ്ട് കേട്ടോ. കരിങ്കോഴിക്ക് മുയൽ, ഇവനെ കണ്ടോ? എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ ഉണ്ട്. പോത്തുകളൊക്കെ ഇത് വിവിധതരം പ്രാവുകളാണ്. ഇത് പോത്തിൻ്റെ ആലയാണ്. പോത്തുകളിനൊക്കെ മേയാൻ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 3:30-4 മണിയാവും എത്താനാണ് പറഞ്ഞത്. മൂപ്പത്തി പിണങ്ങി പോയാ? ഇവിടെ നിന്ന് ആള് അങ്ങോട്ടേക്ക് പോയി പിണങ്ങിയിട്ട്. ഇങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് പോയോ? ആ അങ്ങനെ ഇങ്ങോട്ട് പോയോ? ഒന്ന് കാണിച്ചോണ്ടാ. ഇങ്ങ് പോയോ? നിന്റെ സൗന്ദര്യം ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടി. ഇതാണ് ബൂട്ട്. കാലിൽ കണ്ട? ആ അതാണ് ബൂട്ട്. ഇതൊക്കെ ബൂട്ടാണല്ലേ? ഇത് ബൂട്ടല്ലേ? ഇതൊരു പ്രത്യേകതരം സാധനമാണല്ലോ. അടുത്തുണ്ടേട്ടാ. നമ്മുടെ ആശാന്മാരാണ്, രാത്രിയുള്ള കാവൽക്കാരാണ് ഇവരൊക്കെ.
അതിവിശാലമായ ഒരു ഫാം തന്നെ കേട്ടോ അത്. ആടുകൾ, പോത്തുകൾ, യമു, പ്രാവ്, മുയൽ, എല്ലാം ഉണ്ട് ഇവിടെ. എന്താ പോണ്ടേ? അതാ മറ്റേ സാധനം യമു. ഇങ്ങോട്ട് പോവാലോ. ഇടിച്ച് വളർത്തത് വരണി വന്ന ഇതൊക്കെ വിവിധതരം ആടുകളാട്ടോ. ഇത് നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന ആടല്ല തോന്നുന്നു. ആഹാ, നിങ്ങൾ തമ്മിലുള്ള പണക്കത്തിന് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. മൂത്രമൊഴിച്ചു കൊടുത്ത് എന്നാ അടച്ചു വെച്ചില്ലേ? ഇതാ പ്രാവുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വെറൈറ്റി പ്രാവുകളുണ്ട്. ഇതെല്ലാം ഒരേ ഇതിൽപ്പെട്ടാണ് തോന്നുന്നു അല്ലേ? ഒരേ ജനസിൽപ്പെട്ടാണ് തോന്നുന്നു. എല്ലാം ഒരു വിഭാഗമാണ്. ഇപ്പുറത്ത് വേറെ ഉണ്ട്. നാടൻ കോഴികളൊക്കെ താഴെയുണ്ട്. ഏത് ഏത് ഏതൊട്ടാ പക്ഷിയാ? ഏത് ആടാ? അയ്യേ, അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അവര് ഇത് നോക്ക്, പൂച്ച. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇതിന്? പേർഷ്യനാ? ഒക്കെ ഉറങ്ങി കിടക്കണല്ലോ. ഒന്നിന് 50,000 30,000. ഹലോ ഹലോ, ഇവിടെ 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 ഹലോ, ഇവിടെ കൊത്തുവോ? ഇവിടെ നോക്കൂ. അവനെ അടയാനാണ് വെറുതെ വിടുന്നത്. അങ്ങോട്ട് പോവാ. ചെറിയ ആട്ടിൻകുട്ടികൾ കേട്ടോ. ഇത് വേറെ ഇനമാണ് തോന്നുന്നു കേട്ടോ. അതിനാണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. അതിന് ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവുള്ളൂ. കോഴികളാണ്. ഇത് ഇവിടെ വന്നിട്ട് കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ അത് ഇങ്ങോട്ട് വരും. ഇതാ കരിങ്കോഴികൾ. ഇത് മറ്റേ ടർക്കി. കരിങ്കോഴികൾ ഇതൊക്കെ.
അപ്പോൾ നമ്മൾ കേശവൻപാറയിൽ എത്തിയിരിക്കുകയാണ്. നല്ല ചെറിയൊരു മഴ പെയ്തു, കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ. എന്നാലും നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ കേശവൻപാറയിൽ. നെല്ലിയാമ്പതി വന്നാൽ മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം ഒരു കാരണവശാലും. നെല്ലിയാമ്പതിയിലെത്തുമ്പോൾ നമുക്ക് ജീപ്പ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ജീപ്പുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഏതൊക്കെ പോയിൻ്റ് നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവിടുത്തെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, ഒരു ജീപ്പ് ഉടമസ്ഥനാണ്. അവരോട് തന്നെ നമുക്ക് ഇത് ചോദിച്ച് നോക്കാം, എന്തൊക്കെയാണ് ഏതൊക്കെ പോയിന്റിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് നോക്കാം കേട്ടോ. ഇതാണ് കേശവൻപാറ, നമ്മുടെ ജീപ്പ് സ്റ്റാൻഡാണ്. ജീപ്പിൽ അത്യാവശ്യം എല്ലാ വണ്ടികളും തിരക്കുന്ന ലാസ്റ്റ് ദിവസം കഴിഞ്ഞു, കുറച്ച് വണ്ടികളേ ഉള്ളൂ. അപ്പൊ നമുക്ക് മെയിനായിട്ട് ഇവിടെ ജീപ്പുകൾ പോകുന്നത് ജീപ്പ് സഫാരിയാണ്, ഓഫ് റോഡ് സഫാരി. ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു അഡ്വഞ്ചർ യാത്രയാണ്. അപ്പൊ നമ്മൾ ജീപ്പ് മാത്രം പോകത്തുള്ളൂ, 4x4 ജീപ്പ് മാത്രം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് അവിടെ പാസ് എടുക്കണം. ഫോറസ്റ്റിന്റെ എൻട്രി പാസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപ, വണ്ടിക്ക് 100 അവിടെ കൊടുക്കണം. അതുകൂടാതെ ജീപ്പിന് 1500 രൂപ. ജീപ്പിന് നമുക്ക് 2 മണിക്കൂർ ജീപ്പിൽ അഡ്വഞ്ചർ ട്രിപ്പാണ്. ഫസ്റ്റത്തെ പോയിന്റ് മിന്നാമ്പാറ പോയിന്റാണ്, മിന്നാമ്പാറ വ്യൂ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മാട്ടുമല. ബ്രഹ്മരം മൂവിയൊക്കെ ഫിലിം ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ്. നല്ല പറമ്പിക്കുളം വ്യൂ ആ മലയിൽ നിന്ന് കാണാൻ കഴിയും. നല്ല പ്ലേസാണ്. ആര് വന്നാലും നന്നായി കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അതുകൂടാതെ നമുക്ക് മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. എക്സ്ട്രാ ഒരു 1000 രൂപ കൂടി പേയ്മെന്റ് ചെയ്തിട്ട് വേണം അതെടുക്കാം. അത് കാരാശ്ശൂരി വരെ പോയി, കാരാശ്ശൂരി മൂന്നാമത്തെ പോയിന്റാണ്. അത് ആ റൂട്ട് തന്നെ പോയിട്ട് നമ്മൾ ജീപ്പ് റൂട്ട് 2 മണിക്കൂറാണ് ഈ 1500 രൂപയ്ക്ക് പോകുന്നത്. നമുക്ക് ഒരു 3.5-4 മണിക്കൂർ കാടിനുള്ളിൽ കൂടെ യാത്ര വേണമെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ പോയിന്റ് കൂടി ഇതിൽ ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 1000 രൂപ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. 3 കൂടി പോകണമെങ്കിൽ 2500 രൂപ ജീപ്പിന് വരും. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് അത് സൗകര്യം പോലെ അത് എടുക്കാം. ആദ്യം 2.5 മതിയെങ്കിൽ 2.5 കൊടുക്കാം. മൂന്നാമത്തെ വേണമെങ്കിൽ മൂന്നാമത്തെ കൂടി നമുക്ക് ആദ്യം എടുക്കാം. നല്ല സ്ഥലമാണ്. അത് ഒരിക്കലും നിങ്ങൾക്ക് ട്രക്കിംഗ്, നെല്ലിയാമ്പതിൽ ഏറ്റവും കൂടുതൽ ട്രക്കിംഗ് ആണ് കൂടുതൽ കാഴ്ച നല്ലത് ഭംഗി. അതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ ബോട്ടിങ്ങോ മറ്റുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അതുമല്ല, കാലാവസ്ഥ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല മഞ്ഞും നല്ല രസമുള്ള അവിടെ ഫുൾ തണുപ്പും മഞ്ഞും. നമ്മളൊരു 1500 അടി മലന്റെ ഹൈറ്റിലാണ് പോകുന്നത്. ജീപ്പ് മാത്രം 3 റൂട്ടാണ്. അപ്പൊ 1500 അടി മല ഇനി ഇവിടുന്ന് ഹൈറ്റിലാണ് പോകുന്നത്. അപ്പൊ അവിടെ നല്ല തണുത്ത കാറ്റും തണുത്ത മഞ്ഞും മറ്റേ നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല തണുപ്പും മഞ്ഞും മിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മള് ഇപ്പൊ പറമ്പിക്കുളം ആ ബോർഡർ എത്തില്ലേ, നമ്മള് പറമ്പിക്കുളം പോകുന്നത്, അവിടെ പോകുമ്പോ നമുക്ക് എക്സ്ട്രാ വല്ല പാസ് വല്ല എടുക്കണം. അത് ഇവിടെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് എടുക്കണല്ലേ, ആ പാസ് തന്നെയാണ്. അത് നമ്മൾ പറമ്പിക്കുളം റൂട്ടാണ്. നമുക്ക് പറമ്പിക്കുളം ടൂറുകാർക്ക് അലൗഡ് ഇല്ല. ഫോറസ്റ്റുകാർക്കും ട്രൈബൽസ് അവിടുത്തെ തോട്ടം ഏകദേശം അതിന്റെ അടുത്ത് വരെ പോവാം. അതുവരെ പോവാം. പിന്നെ അവിടെ നിന്ന് അതിന്റെ അപ്പുറം നമുക്ക് റിസോർട്ടും ഉണ്ട്, മിസ്റ്റി വാലി ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേക്ക് എടുക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളെ സ്റ്റേ ചെയ്ത് തരും. സ്റ്റേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഏകദേശം റേറ്റുകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പാക്കേജ് ആയിട്ട് എടുക്കുന്നത് ഒരാൾക്ക് 2500 രൂപ പാക്കേജാണ് ഒരു ദിവസം. അതിൽ 2 നേരത്തെ ഫുഡ് വരും. ജീപ്പ് അവിടെ നൈറ്റ് ട്രക്കിംഗ് ഉണ്ട് ജീപ്പില്. ഫാമിലി അതന്നെ, ഫാമിലി ഫുൾ ഫാമിലിയാണ് അവിടെ. നല്ല ബ്രിട്ടീഷ് ബംഗ്ലാവുണ്ട്, പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ബംഗ്ലാവ്. അത് നല്ല മോഡിഫിക്കേഷൻ ചെയ്ത് അടിപൊളിയായിട്ടുള്ള 10-75 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. മിസ്റ്റി വാലി എന്റെ പേര് വിപിൻ നെല്ലിയാമ്പതി. ഞാൻ വിപിൻ ഇവിടെ തന്നെയാണ് നെന്മാറിലെ വീട്. ഇവിടെ നമുക്ക് AVT കമ്പനിയിൽ നമുക്ക് വൈഫിന് ജോലി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് ജീപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യം ഞാൻ ചെയ്തു തരാം. അപ്പൊ നമുക്ക് പേര് കൈകാട്ടി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് വിളിച്ചാലും മതി. അവിടെ റൈറ്റ് കയറി വന്നാൽ നമ്മളിവിടെ ഉണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തും. വേണ്ട എല്ലാ സൗകര്യം ചെയ്ത്. അതെ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ശരി. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി, കാണല്ലേ. പെട്ടെന്ന് കാലാവസ്ഥ മാറി. 3 മണി ആയിട്ടുള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് കേശവൻപാറന്ന് കയറി വന്നപ്പോഴേക്കും റോട്ടിലെത്തിയപ്പോഴേക്കും കാലാവസ്ഥയാകെ മാറി. നല്ലൊരു വ്യൂ ആയി. ഇപ്പോൾ മൊത്തം മഞ്ഞാണ്. ഞങ്ങൾ നെല്ലിയാമ്പതി വിടുകയാണ്. ഇവിടെ നിന്ന് കേശവൻപാറ കഴിഞ്ഞു. അപ്പോൾ നേരെ ഇനി പോത്തുണ്ടി ഡാമിലേക്കാണ് ഇനി പോകുന്നത്. അതുമല്ല 5 മണിൻ്റെ ഉള്ളിൽ നമ്മൾ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ താഴെ ഫോറസ്റ്റുകാർ.
അപ്പം നേരെ ഇഞ്ഞ് പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി പോത്തുണ്ടിൻ്റെ ഒരു വ്യൂ പോയിൻറ്റിലാണ്, രണ്ടിൻ്റെ ഇടയിലൊരു വ്യൂ പോയിൻറ്റിലാണുള്ളത്. പെട്ടെന്ന് കാലാവസ്ഥകളൊക്കെ പെട്ടെന്ന് മാറി, അടിപൊളി കാലാവസ്ഥയായി, മഞ്ഞൊക്കെ വന്നു, നല്ല ഒരു എന്താ പറയുക, നല്ല തണുപ്പും നല്ല സുഖമുള്ള കാലാവസ്ഥയായി മാറി. കണ്ടോ, ഇന്ന് സൺഡേ ആണ്, ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്. നെല്ലിയാമ്പതി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ശരി.